മനോഹരമായ ഒരു പച്ചപ്പട്ടണിഞ്ഞ താഴ്വരയിലായിരുന്നു അരുണും ദേവുവും താമസിച്ചിരുന്നത്. അരുൺ നല്ല ബുദ്ധിയുള്ള കുട്ടിയായിരുന്നു. ദേവു ആകട്ടെ എപ്പോഴും ഓടി നടന്ന് കളിക്കുന്ന പ്രസന്നവതിയായ പെൺകുട്ടിയും. അവർ താമസിക്കുന്ന വീടിന് തൊട്ടടുത്ത് മിന്നിത്തിളങ്ങുന്ന കാട് എന്നൊരത്ഭുത വനമുണ്ടായിരുന്നു. ആ കാടിനൊരു പ്രത്യേകതയുണ്ട്. അവിടെയുള്ള മരങ്ങളും പൂക്കളും സംസാരിക്കുകയും വെളിച്ചം പുറത്തുവിടുകയും ചെയ്യും. കുട്ടികൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ കാട് കൂടുതൽ ഭംഗിയായി തിളങ്ങുമായിരുന്നു. ഒരു ദിവസം ആ കാട്ടിലെ വെളിച്ചമെല്ലാം കെട്ടുപോകുന്നത് അരുണും ദേവുവും ശ്രദ്ധിച്ചു. മനോഹരമായ പൂക്കൾ വാടിക്കരിഞ്ഞു തുടങ്ങി. പെട്ടെന്നാണ് അവിടേക്ക് പഞ്ഞുപോലെ ഇരിക്കുന്ന ഒരു ചെറിയ മുയൽക്കുട്ടി ഓടിവന്നത്. "കൂട്ടുകാരെ, കാടിനെ രക്ഷിക്കൂ! സ്വാർത്ഥതയും ദേഷ്യവും നിറഞ്ഞ ഒരു കറുത്ത നിഴൽവള്ളി കാടിന്റെ ജീവനായ നീരുറവയെ വിഴുങ്ങുകയാണ്," മുയൽക്കുട്ടി സങ്കടത്തോടെ പറഞ്ഞു. തന്റെ കാടിനെ രക്ഷിക്കാൻ അരുണും ദേവുവും ഉടനെ പുറപ്പെട്ടു. അവർക്ക് സത്യസന്ധതയുടെ മഞ്ഞുതുള്ളി കണ്ടെത്തി ആ നീരുറവയിൽ ഒഴിക്കണമായിരുന്നു. യാത്രക്കിടയിൽ ആ കറുത്ത നിഴലുകൾ അവരെ പേടിപ്പിക്കാൻ നോക്കി. അരുണിനോട് ദേവുവിനെ തല്ലാൻ അത് മന്ത്രിച്ചു. ദേവുവിനോട് ഏട്ടനെ ഒറ്റയ്ക്ക് വിട്ടുപോകാൻ അത് പറഞ്ഞു. എന്നാൽ അവർ പരസ്പരം കൈകൾ കോർത്തുപിടിച്ചു. "ഞങ്ങൾ വഴക്കിടില്ല, ഞങ്ങൾ ഒന്നിച്ചു നിൽക്കും," അവർ ഉറക്കെ പറഞ്ഞു. അവരുടെ മനസ്സിന്റെ നന്മ കണ്ടപ്പോൾ വഴി കാട്ടാനായി ആകാശത്തുനിന്ന് നക്ഷത്രങ്ങൾ താഴേക്കിറങ്ങി വന്നു. ഒരു വലിയ ഗുഹയിൽ വെച്ച് അവർക്ക് തങ്ങൾ ചെയ്ത പഴയ ചെറിയ തെറ്റുകൾ ഓർമ്മ വന്നു. അരുൺ തന്റെ അനിയത്തിയോട് പഴയ ഒരു കാര്യത്തിന് ക്ഷമ ചോദിച്ചു. ദേവു ഏട്ടനെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചു. ആ നിമിഷം അവരുടെ കൈകളിൽ വെള്ളി നിറത്തിൽ തിളങ്ങുന്ന മഞ്ഞുതുള്ളികൾ പ്രത്യക്ഷപ്പെട്ടു. അവർ ഓടി നീരുറങ്ങയുടെ അടുത്തെത്തി. അവിടെ കറുത്ത നിഴൽ രാക്ഷസൻ അവരെ തടഞ്ഞു. "നിങ്ങൾക്കിഷ്ടമുള്ള അത്രയും കളിപ്പാട്ടങ്ങൾ ഞാൻ തരാം, ഈ മഞ്ഞുതുള്ളി എനിക്ക് തരൂ," രാക്ഷസൻ പറഞ്ഞു. എന്നാൽ അരുണും ദേവുവും അത് കേട്ടില്ല. "ഞങ്ങൾക്ക് കളിപ്പാട്ടമല്ല, എല്ലാവരുടെയും നന്മയാണ് വലുത്," എന്നു പറഞ്ഞവർ ആ മഞ്ഞുതുള്ളി നീരുറവയിലേക്ക് ഒഴിച്ചു. ഒരു വലിയ വെളിച്ചം അവിടെ പടർന്നു. കറുത്ത നിഴലുകൾ അപ്രത്യക്ഷമായി. പൂക്കൾ വീണ്ടും ചിരിച്ചു. കാട് മുഴുവൻ പഴയതിനേക്കാൾ ഭംഗിയായി തിളങ്ങി. അരുണിന്റെയും ദേവുവിന്റെയും നല്ല സ്വഭാവമാണ് കാടിനെ രക്ഷിച്ചത്. അവർ ഒരിക്കലും ചീത്ത കാര്യങ്ങൾക്കോ അത്യാഗ്രഹത്തിനോ വഴങ്ങിക്കൊടുത്തില്ല. കാട്ടിലെ മൃഗങ്ങളെല്ലാം അവർക്ക് നന്ദി പറഞ്ഞു. അവർ വലിയ ആളുകളായപ്പോഴും ആ നല്ല സ്വഭാവം കൈവിട്ടില്ല. നാട്ടുകാർക്കെല്ലാം പ്രിയപ്പെട്ടവരായി സന്തോഷത്തോടെയും വിജയത്തോടെയും അവർ ജീവിച്ചു. നന്മയുള്ള ഹൃദയമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയെന്ന് അവരെല്ലാവരെയും പഠിപ്പിച്ചു.